ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പം അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഇന്നത്തെ പ്രശ്നം കറണ്ട് പോക്ക് തന്നെ കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഈസി സ്കൂൾ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണ ദിവസമായിരുന്നു. വീഡിയോ കൂടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാണ്ട് പണി കിട്ടിപ്പോയി. അപ്പോൾ ഇതിലോട്ട് തക്കാളിയാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളി കേട്ടോ. അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ അറബിക് മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കണം, പക്ഷേ അത് ഞാൻ പിന്നീടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത് ബ്ലെൻഡ് ചെയ്യാൻ നേരമാണ് കറണ്ട് പോയതറിഞ്ഞത്. പിന്നെ എന്താ ചെയ്യാന്ന് കുറേ നേരം ആലോചിച്ചു. പിന്നെ വേറെ ഒന്നും നോക്കില്ല, ഇതുപോലാണ്ട് ചെയ്തെടുത്തു, കുത്തി ഉടച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് വേവിച്ചെടുക്കുക. 2.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അരി. പിന്നെ കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിലോട്ട്. അപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഈ മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കും. കുറച്ച് അധികം നേരം കുക്ക് ചെയ്യേണ്ടി വരും. ഇത് പേസ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. എന്നിട്ട് അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാനിത് ഈ ഒരു സ്റ്റേജിലാണ് ചേർത്തിട്ടുള്ളത്. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വെന്തെന്ന് കാണുമ്പോൾ നമ്മൾ അരി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിന് മുകളിൽ ദമ്മിട്ട് കൊടുക്കുക. മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലിന് പകരം ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് മെയിനായിട്ട് ഇതിലോട്ട് വേണ്ടത്. കുട്ടികൾക്കാകുമ്പോൾ പിന്നെ എപ്പോഴും വെളിച്ചെണ്ണ നല്ലത്. എന്തായാലും ഈസി സ്കൂൾ മന്തി ചെറുതായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്കൂൾ മന്തി ആയിപ്പോയോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തപ്പം അവരുടെ ഫ്രണ്ട്സ് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്.